ISL ഈ സീസണിലെ ആദ്യ എവേ പോരാട്ടം ജയിച്ചു കയറാമെന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആഗ്രഹം പക്ഷേ നടന്നില്ല. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ 1-1 സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ കളിച്ചു. ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ട മത്സരമായിരുന്നു. അത്രയും മികച്ച അവസരങ്ങളാണ് അവസാന നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. കളിയുടെ തുടക്കത്തിലും അവസരങ്ങൾ ഉണ്ടായിരുന്നു. ടോട്ടലി നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഡൊമിനേറ്റ് ചെയ്ത മത്സരം തന്നെയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ജയിക്കാൻ സാധിച്ചില്ല. അതല്പം നിരാശ നൽകുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ചില പ്രശ്നങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ടോട്ടലി നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് എഡ്രിയാൻ ലൂണ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിന്റെ അവസാനം ഇറങ്ങി നോഹ സദോയുമായി ചേർന്ന് നല്ല ഒരു ധാരണയോടെ കളിക്കുന്ന ഒരു അവസരങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ അതുകൂടാതെ നോഹ സദോയുടെ ഒരു പെർഫോമൻസ്, തുടർച്ചയായിട്ട് രണ്ടാമത്തെ മത്സരത്തിലും നോഹ സദോയ് ഗോൾ നേടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ്, 100% കമ്മിറ്റ്മെന്റ് നൽകുന്ന ഒരു പ്ലെയറാണ്. തലയ്ക്ക് മുറിവേറ്റിട്ടും അദ്ദേഹം അതൊന്നും കൂസാതെ അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബോളുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. അതുകൂടാതെ നോഹ സദോയ് നടത്തിയ നീക്കങ്ങൾ, അദ്ദേഹം നിരവധി ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്സ് ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ ബ്ലാസ്റ്റേഴ്സിനുള്ള ഒരു പ്രശ്നം, മുന്നേറ്റ നിരയിൽ ചില ധാരണക്കുറവുണ്ട്. നോഹ സദോയ് പലപ്പോഴും നോഹ സദോയ്ക്ക് ഒരു പിന്തുണ മുന്നേറ്റ നിരയിൽ നിന്ന് ലഭിക്കുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ അത് പറഞ്ഞതാണ്. അത് തുറന്നുകൊണ്ടിരിക്കുക. KP രാഹുലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജിമിനസ് ആണെങ്കിലും ആ രീതിയിൽ അദ്ദേഹവുമായിട്ടൊന്നും കറക്റ്റായിട്ടൊന്നും ഒരു കോർഡിനേഷൻ വന്നിട്ടില്ല. പക്ഷേ ലൂണ കൂടി വരുന്നതോടുകൂടി, അടുത്ത മത്സരത്തിൽ അഡ്രിയാൻ ലൂണ ഫുൾ ടൈം കളിക്കുന്നതോടുകൂടി ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നോഹയുടെ ഗോൾ അതൊരു മനോഹരമായ ഗോൾ തന്നെയായിരുന്നു. ബോക്സിന് പുറത്തു നിന്നുള്ളൊരു തകർപ്പൻ ഒരു ലോ ഷോട്ടായിരുന്നു. കൃത്യമായി സ്പേസ് മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്ത് സ്കോർ ചെയ്യാനുള്ളൊരു മികവ്, അതൊരു പ്രത്യേകം നമ്മൾ പരാമർശിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഐമന്റെ ആ ഒരു അസിസ്റ്റും മനോഹരമായ ഒരു അസിസ്റ്റായിരുന്നു. ഐമൻ കഴിഞ്ഞ മത്സരത്തിന് സമാനമായി തന്നെ ഐമൻ വന്നതിന് ശേഷമാണ് ആ ഒരു ചേഞ്ച് ഉണ്ടായത്. ബോക്സിലേക്ക് കൂടുതൽ പന്ത് എത്താൻ തുടങ്ങി. അത് ഒരു പോസിറ്റീവായ കാര്യമായിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് തന്നെയായിരുന്നു ഐമന്റെ ആ ഒരു മനോഹരമായുള്ള ഒരു പാസ്. ആ പാസ് യൂട്ടിലൈസ് ചെയ്തായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയത്. പിന്നെ ഐമന് അവസരങ്ങൾ ലഭിച്ചു. രണ്ട് നല്ല തകർപ്പൻ അവസരങ്ങളാണ് സ്റ്റോപ്പേജ് ടൈമിൽ, ഇഞ്ചുറി ടൈമിൽ ഐമന് ലഭിച്ചത്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഐമന്റെ ചെറിയൊരു പ്രശ്നം, ഐമൻ പലപ്പോഴും ഫൈനൽ തേർഡിൽ വരുമ്പോൾ ഐമന് കാര്യങ്ങൾ അത്ര ശരിയാവുന്നില്ല. കാരണം ആ ഒരു ഗോൾ നേടുന്ന ആ ഒരു പ്രശ്നം ഐമൻ ഇപ്പോഴും ഉണ്ട്. കാരണം ഷൂട്ട് ചെയ്യാനും കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാനും ഐമന് പറ്റുന്നില്ല. കാരണം ആ ഒരു ടെൻസ് ആവുന്നു, അല്ലെങ്കിൽ ടെൻസ് മൊമെന്റിലേക്ക് മാറുന്നു, ടെൻഷൻ സംഭവിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ് ഐമന്. പക്ഷെ ഐമൻ ചെറിയ പ്രായം മാത്രമുള്ള പ്ലെയറാണ്, യങ് പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് ഐമന്റെ ഒരു ടോട്ടൽ പെർഫോമൻസ് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു നിരാശ കാണേണ്ട ആവശ്യമില്ല. പിന്നെ രാഹുലിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ രാഹുൽ വളരെ നിറം മങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. റൈറ്റ് വിങ്ങിൽ കാര്യമായുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, ചത്ത് കിടക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. പിന്നെ നമ്മൾ പറയേണ്ടത് സച്ചിൻ സുരേഷിന്റെ ആ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. മികച്ച ഗോൾ കീപ്പറാണ്, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല രീതിയിൽ മത്സരങ്ങളിൽ സേവൊക്കെ നടത്തുന്ന പ്ലെയറാണ്. പക്ഷേ ചില നിമിഷങ്ങൾ ചില താരങ്ങൾക്ക് അങ്ങനെയാണ്. പക്ഷെ അത് വളരെ സില്ലി ആയുള്ളൊരു മിസ്റ്റേക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഫ്രീ കിക്ക് വഴങ്ങിയത് തന്നെ ഒരു പ്രശ്നമായിരുന്നു. നവോച്ചയുടെ ഒരു അനാവശ്യ ഫൗളാണ് ആ ഫ്രീ കിക്കിലേക്ക് വഴിവെച്ചത്. അതിനുശേഷം ആ ഫ്രീ കിക്ക് അലാവുദ്ദീൻ അജാറെ എടുക്കുന്നു. അത് നേരെ കൈകളിലേക്കാണ് വന്നത് സച്ചിൻ സുരേഷിന്റെ. പക്ഷെ അത് കയ്യിൽ നിന്ന് ചോർന്ന് അവസാനം ഗോളാവുകയാണ് ഉണ്ടായത്. അതൊരു വലിയ നിരാശയുണ്ടാക്കി. പക്ഷെ ആ ഒരു നിരാശയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കരകയറാൻ സാധിച്ചു. മിനിറ്റുകൾക്കകം നമുക്ക് ഗോൾ കണ്ടെത്താൻ സാധിച്ചു, ഈക്വലൈസർ നേടാൻ സാധിച്ചു. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടോട്ടൽ ഒരു അറ്റാക്ക് തന്നെയാണ് കണ്ടത്. നോർത്ത് ഈസ്റ്റിന്റെ ഒരു കളി പൊതുവെ നോക്കുമ്പോൾ, കഴിഞ്ഞ 2 മത്സരങ്ങൾ നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിന്റെ ഒരു കളി ബ്ലാസ്റ്റേഴ്സിന് എതിരെ അത്ര ഒരു മികച്ചതായിരുന്നില്ല. പ്രത്യേകിച്ച് അവർക്ക് ആ റെഡ് കാർഡ് ലഭിച്ചതിന് ശേഷം അവർ പൂർണ്ണമായി ഇല്ലാതായി, എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു എന്ന് പറയാം. 82-ാം മിനിറ്റിൽ റെഡ് കാർഡ് വന്നു അക്തർ റെഡ് കാർഡ് വാങ്ങി പുറത്തു പോയതിനു ശേഷം പിന്നീട് അവരുടെ കളി ആകെ തണുത്തിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് കളിച്ചത്. പ്രത്യേകിച്ച് MS ജിതിൻ, മലയാളി താരമായ MS ജിതിൻ നല്ല തലവേദന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരക്ക് ഉണ്ടാക്കി. അതുകൂടാതെ തന്നെ അലാവുദ്ദീൻ അജാറെ, അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിൽ ഗോൾ നേടി ആ ഒരു മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗിലറോമയ്ക്കും അവസരങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ പ്രീതം കോട്ടാൽ തന്നെയാണ് സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ. അദ്ദേഹം തുടർച്ചയായിട്ട് ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മികച്ച ക്ലിയറൻസും ബ്ലോക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഗോൾ നേടുന്ന അവസരങ്ങളായിരുന്നു അതെല്ലാം, പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു. പിന്നെ മിലോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻസും വളരെ സ്മാർട്ടായിട്ടുണ്ടായിരുന്നു. ടോട്ടലി നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പെർഫോമൻസിൽ ഒരു വീക്ക് ലിങ്കായി തോന്നുന്നത് KP രാഹുലും ഡാനിഷുമാണ്. ഡാനിഷ് 90 മിനിറ്റ് എങ്ങനെ കളിച്ചു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതമാണ്. കാരണം ഡാനിഷിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്സിംഗ് എന്നുള്ള ഒരു ടാക്ടിക്സ് മാത്രമാണ് കാര്യമായിട്ട് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കോച്ച് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കളിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ മിടുക്കനാണ്.
നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ബോൾ റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. പക്ഷെ ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഡാനിഷിന് അറിയില്ല. ഡാനിഷിനും 1-2 അവസരങ്ങൾ ലഭിച്ചിരുന്നു. ഒന്ന് നല്ലൊരു അവസരമായിരുന്നു ഗോൾ നേടാനുള്ള, പക്ഷെ അത് അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ കൊയ്ഫ് ആണെങ്കിലും വലിയ ഒരു പ്രകടനം കൊയ്ഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മിഡിൽ മൊത്തം ഇന്ന് ഇപ്പം നോക്കുകയാണെങ്കിൽ മിഡിലായിരുന്നു കാര്യമായുള്ള ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പം വിപിൻ ആണെങ്കിലും വിപിൻ കളിച്ചു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വിപിൻ കളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ മിഡിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ ലൂണ വരുമ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ബാക്കി എല്ലാ മേഖലയിലും ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റി. പൊസിഷൻ ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പമായിരുന്നു കൂടുതൽ. പിന്നെ അതുകൂടാതെ ഷോട്ട് ഓൺ ടാർഗറ്റും ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. പിന്നെ കോച്ച് മിക്കൽ സ്റ്റാറയുടെ ആ ഒരു എനർജി അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. അദ്ദേഹം ടീമിനൊപ്പം വളരെ എനർജിയോടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അക്തറിന് ആ ഒരു റെഡ് കാർഡ് വാങ്ങി കൊടുക്കുന്നതിൽ പുറത്തുനിന്ന്, അതായത് ടച്ച് ലൈനിന്റെ പുറത്തുനിന്ന് അദ്ദേഹം നടത്തിയ ആ ഒരു ക്ലാമർ ഉണ്ടല്ലോ, അതും നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. കാരണം ടീമിനൊപ്പം ഇങ്ങനെ പുറത്താണെങ്കിൽ അദ്ദേഹം ടീമിനൊപ്പം എപ്പോഴും ഉറച്ചു നിൽക്കുന്ന വിസിലൊക്കെ അടിച്ച് ആ ഒരു വല്ലാത്തൊരു എനർജിയാണ്, ഒരു പുതിയൊരു ഓറയാണ്. ഇപ്പൊ വിവാനാശന് വേറൊരു കരിസ്മി ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് വേറൊരു സ്റ്റൈലിലുള്ള ഒരു കരിസ്മിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് സ്ലോലി ആണെങ്കിലും വർക്കൗട്ടായി വരുന്നുണ്ട്. അപ്പൊ അത് വരും ദിവസങ്ങളിൽ വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി അടുത്ത മത്സരം ഒഡീഷയ്ക്കെതിരെയാണ്, അതും എവേ പോരാട്ടമാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു മത്സരം കൂടി ഉണ്ട്, എവേ മത്സരം, അത് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെയാണ്. അപ്പൊ ഈ മത്സരങ്ങളിൽ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് അതൊക്കെ ഒരു ഗോളിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.